ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സിംഗർ ക്ലബ് സാൻഡ്വിച്ചാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഒരു 220 ഗ്രാം ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ശരിക്കും 8 സ്ലൈസ് ബ്രെഡാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇത്രയധികം ചിക്കൻ്റെ ആവശ്യമില്ല. ഒരു 8 10 പീസും മതിയാവും. ബോൺലെസ് പീസ് ഇതുപോലെ സ്ട്രിപ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഭയങ്കര വീതി വേണ്ട, ഇതുപോലെ കുറച്ച് തിന്നായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഭയങ്കര തിന്നാവാനും പാടില്ല. അത് 8 10 പീസ് മതി ഓരോരുത്തർ ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച്. പെപ്പർ പൗഡർ ഒരു 1/4 ടീസ്പൂൺ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അളവ് തന്നെയാണ് ഞാൻ ചേർക്കുന്നത്, ഉപ്പ് ആവശ്യത്തിനുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു 8 10 പീസ് ഇതുപോലത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതിയാവും. റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ, വിനീഗർ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ, മസ്റ്റാർഡ് സോസാണ് ഞാൻ ഉപയോഗിക്കുന്നത് 1/4 ടീസ്പൂൺ. അത് സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ കടുകൊന്ന് പൊടിച്ചിട്ട് അതൊരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. റെഡ് ചില്ലി സോസ് 1/2 ടീസ്പൂൺ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് പുരട്ടി വെക്കുക. അത് അധികം നേരം വെക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഒരു മറ്റുള്ളതൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും നമുക്കത് ഇരുന്നാൽ മതിയാവും. പ്ലെയിൻ ഫ്ലോറാണ് 1 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 1.5 ടേബിൾ സ്പൂൺ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 8 പീസിനാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് പൊടികളാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തു. ബേക്കിംഗ് പൗഡർ ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ഇട്ടാൽ മതി. പിന്നെ റെഡ് ചില്ലി സോസാണ്, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നമുക്ക് പാല് വെച്ചൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ലൂസാക്കിയിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒന്ന് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് ഇതിനാവശ്യം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു 8 പീസിനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതിനുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഞാൻ ചിക്കൻ ആദ്യം 220 ഗ്രാം എടുത്തത്. അത് ഞാൻ മസാല തേച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ളത് കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, പ്ലെയിൻ ഫ്ലോർ 1 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർലിക് പൗഡർ 1/4 ടീസ്പൂൺ, പിന്നെ പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ. പെപ്പർ പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. എല്ലാം കൂടി മിക്സ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഈ ചിക്കൻ്റെ പീസ്, മസാല തേച്ച ചിക്കൻ്റെ പീസ് പാലിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതിന് ശേഷം ഈ ഫ്ലോറിൻ്റെ മിക്സിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡബിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡബിൾ കോട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈ മുക്കി വെച്ചത് ഒന്നും കൂടി നമ്മൾ പാലിൽ മുക്കുക. അതിനുശേഷം ഈ ഫ്ലോറിൽ മുക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ കോട്ടിങ് കിട്ടും. ഞാനിപ്പോൾ ഒറ്റ പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ല കോട്ടിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പാലിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഫ്ലോറിൽ ഡിപ്പ് ചെയ്യുക. ഇതുപോലെ നമുക്ക് ഫ്ലോറിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു ഡബിൾ കോട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരൊറ്റ പ്രാവശ്യം മുക്കുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് ഒരു 5-8 പീസ് ഞാൻ ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെക്കണം. ബാക്കിയുള്ളത് ഞാൻ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്, അത് പിറ്റത്തെ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 8 സ്ലൈസിന് ഇപ്പം ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ലൈസിൽ, ചെറിയ ബ്രെഡാണ്, അതുകൊണ്ട് ഒരു സ്ലൈസിൽ 4 പീസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ വലിയ സാൻഡ്വിച്ച് ബ്രെഡ് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പീസുകളുടെ എണ്ണം കൂടണം കേട്ടോ. ഇത് നമുക്ക് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സിംഗർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ചട്നിയാണ്. ഗ്രീൻ ചട്നിക്ക് കുറച്ച് ഒരു പിടി മല്ലിയില, 2 ഗാർലിക്ക്, 2 പച്ചമുളക്, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, പിന്നെ 1/2 ലെമൺ ജ്യൂസ്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയ സ്ലൈസ് ബ്രെഡ്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒരു പിടിയായിട്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതും ചട്നി കുറച്ച് കൂടുതലാവും നമുക്ക്. അപ്പോൾ ഇതിന് അനുസരിച്ച് ഇപ്പോൾ 4 സ്ലൈസ് ബ്രെഡും പോലെ ഇത് തേക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അളവും കുറച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കൂടുതലായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും അളവെല്ലാം പകുതി ചെയ്താൽ മതിയാവും. അപ്പോൾ ഒരു പിടിയുടെ മല്ലിയിലക്ക് പകരം കുറച്ചെടുത്താൽ മതി, ഇതിൻ്റെ പകുതി എടുത്താൽ മതി. സ്ലൈസ് ബ്രെഡ് ഒരു സ്ലൈസ് ബ്രെഡിൻ്റെ ഹാഫ് എടുത്താൽ മതി. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് 1 അങ്ങനെ എടുത്താൽ മതി. ജീരകം ഒരു 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ചെടുത്താൽ മതി. അപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കത് നല്ല തിക്ക് പേസ്റ്റ് ആവുന്ന രീതിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നല്ല തിക്ക് പേസ്റ്റായിട്ട് ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ സിംഗറും റെഡി ആയിട്ടുണ്ട്, ഗ്രീൻ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് ഞാനിപ്പോൾ 2 മുട്ട വേണ്ടി വരും. അതിനിപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ടയാണ് കാണിക്കുന്നത്. അതിൽ പെപ്പറും ഉപ്പിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 8 സ്ലൈസ് ആകുമ്പോൾ 2 മുട്ട വേണ്ടി വരും. അപ്പോൾ നമുക്ക് ബ്രെഡ് പീസ് എടുക്കുക. അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് തേച്ച് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മറ്റേ സ്ലൈസിൻ്റെ ഒരു ഭാഗത്ത് മയണൈസും തേച്ച് കൊടുക്കാം. തലേ ദിവസം നമുക്കിതുപോലെ ഗ്രീൻ ചട്നിയും ചിക്കനും സിംഗറിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ രാവിലെ എളുപ്പമാവും ഉണ്ടാക്കാൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ചിക്കൻ ഇതുപോലെ 4 പീസ് വെച്ചു. എന്നിട്ട് ഈ ഒരു പീസ് ക്ലോസ് ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ ഈ ക്ലോസ് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ ചട്നി നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. മറ്റേ പീസിലും നമുക്ക് ഗ്രീൻ ചട്നി അപ്ലൈ ചെയ്യാം. ഇതുപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ വെക്കുന്നത് കുക്കുംബറാണ്. കുക്കുംബർ സ്ലൈസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ലെറ്റ്യൂസ് വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാൻ കുക്കുംബറാണ് വെക്കുന്നത്. കുക്കുംബറും ലെറ്റ്യൂസും വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ സ്ലൈസുമ്മിലും കുറച്ച് ചെറുതായിട്ട് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മയണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് ആ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ എന്നിട്ട് ഞാനതൊന്ന് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പം നമ്മുടെ സിംഗർ ക്ലബ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ 4 സ്ലൈസ് 4ആക്കി തന്നെ കട്ട് ചെയ്തെടുക്കാം, ഒന്നുകൂടി ചെറുതാക്കി എടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതിപ്പോൾ ഞാനൊരു 8 സ്ലൈസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ലഞ്ചായിട്ടും ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ്. ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാം. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.